Friends, welcome to my new video. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സയൻസിൻ്റെ ചാപ്റ്റർ 6ൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. എ ജേർണി ത്രൂ ഡിഫറെൻറ്റ് ഹാബിറ്റേറ്റ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഓരോ ആനിമൽസും അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത്, അല്ലെ അതിൻ്റെ ചുറ്റുപാടുകൾക്കിണങ്ങുന്ന വിധത്തിലാണ് ജീവിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ടൈപ്പ് ആനിമൽസ്, അതായത് ഓരോ സ്ഥലത്ത് താമസിക്കുന്ന ആനിമൽസിൻ്റെ അവരുടെ രീതികളും അവരെങ്ങനെയാണ് അവരുടെ സാഹചര്യവുമായിട്ട് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. സം ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ്, അതായത് ലാൻഡ് ആനിമൽസ്. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ആനിമൽസ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഡെസേർട്ട്, മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവികൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നാണ്. വി ഡിസ്കസ് ദ അബാറ്റ് ഫാക്ടർ ഓഫ് എ ഡെസേർട്ട് ആൻഡ് അഡാപ്റ്റേഷൻസ് ഇൻ ക്യാമൽസ്. വാട്ട് അബൌട്ട് അതർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ദാറ്റ് ഫൗണ്ട് ഇൻ ദ ഡെസേർട്ട്? ഡു ദേ ഹാവ് ദ സെയിം കൈൻഡ് ഓഫ് അഡാപ്റ്റേഷൻസ്? നമ്മൾ ക്യാമലിൻ്റെ അഡാപ്റ്റേഷൻസ് പഠിച്ചല്ലേ, ക്യാമൽ എങ്ങനെയൊക്കെയാണ് അതുങ്ങളുടെ സാഹചര്യമായി എൻവയോൺമെൻറ്റുമായിട്ട് അത് യോജിച്ച് പോകുന്നതെന്ന്. ഇനി ഡെസേർട്ടിലുള്ള മറ്റ് ആനിമൽസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയുന്നത് കേട്ടോ. There are desert animals like rats and snakes which do not have long legs that a camel has. To stay away from the intense heat during the day, they stay in burrows deep in the sand. These animals come out only during the night when it is cooler. നമുക്കറിയാം ക്യാമലിന് നല്ല ലോങ് ആയിട്ടുള്ള ലെഗ്സ് ആണുള്ളത്, പക്ഷേ സ്നേക്സിനും റാറ്റ്സിനും ഒന്നും അങ്ങനെയില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ളപ്പം ഈ സാൻഡിൻ്റെ ചൂട്, ഡെസേർട്ടിലെ സാൻഡിൻ്റെ ചൂട് അതിൻ്റെ ദേഹത്ത് പെട്ടെന്ന് അടിക്കും അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഈ ആനിമൽസൊക്കെ സ്നേക്കും റാറ്റ്സും ഒക്കെ പകൽ സമയങ്ങളിൽ അവർ മാളങ്ങളിൽ ഒളിച്ചിരിക്കും, മണ്ണിനടിയിൽ മാളങ്ങളിൽ. അതിനുശേഷം നൈറ്റ് ആകുമ്പം കാലാവസ്ഥ അന്തരീക്ഷം തണുക്കുമ്പോൾ അവർ പുറത്ത് വരികയും ചെയ്യും. ഇനി ഡെസേർട്ടിൽ വളരുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാക്ടക്സ് ഒന്ന്, അതായത് കാക്ടസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാണെന്ന് അറിയാമല്ലോ, മുള്ളുകളാണുള്ളത്, ഇലയൊന്നും ഇല്ല. അപ്പോൾ അതൊന്ന് മനസ്സ് വെച്ചേക്കണം കേട്ടോ. ഇനി ആക്ടിവിറ്റി 3. Bring a potted cactus and a leafy plant into the classroom. The polythene bags show some part of the two plants and as done in activity 4 in chapter 4, where we study transpiration in plants. Leave the potted plant in the sun and observe after a few hours. What do you see? Do you notice any difference in the amount of water collected in the two polythene bags? നമ്മൾ ചെയ്യുന്നത് നല്ലപോലെ ഇലയുള്ള ഒരു ചെടിയും പിന്നെ ഒരു കള്ളിമുൾ ചെടിയും, കാക്ടസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾ ചെടിയും, ഈ കള്ളിമുൾ ചെടിയും വേറെ നല്ലപോലെ ഇലയുള്ള ഒരു ചെടിയും കൊണ്ടുവന്നിട്ട് അതിന് രണ്ടിനെയും പോളിത്തീൻ ബാഗ് കൊണ്ട് കവർ ചെയ്യുന്നു. എന്നിട്ട് സണ്ണിൽ വെക്കുന്നു, സൂര്യപ്രകാശത്തിനകത്ത് വെക്കുന്നു. നമുക്കറിയാം കാക്ടസിന് ലീവ്സ് ഇല്ല അല്ലേ, ഇലകളില്ല, മുള്ളുകളാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ട്രാൻസ്പിറേഷൻ വഴി ജലം ബാഷ്പീകരിച്ച് പോകുന്നത് വളരെ കുറവായിരിക്കും. അതേസമയം ലീഫി ആയിട്ടുള്ള പ്ലാന്റിൻ്റെയോ അതിന് ഇലയ്ക്ക് നല്ല വീതിയുണ്ട്, അതുകൊണ്ട് ട്രാൻസ്പിറേഷൻ, വെള്ളം അതിനകത്ത് നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും സൂര്യപ്രകാശം കൊണ്ട്. Desert plants lose very little water through transpiration. The leaves in the desert plants are either absent, very small, or they are in the form of spines. This helps in reducing loss of water from the leaves through transpiration. Spines എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുള്ള്. The leaf-like structure used in the cactus is in fact its stem. Photosynthesis in these plants is usually carried out by the stem. ഇനി നമ്മൾ ഈ സാധാരണയായിട്ട് കാണുന്ന ഡെസേർട്ടിൽ കാണുന്ന എല്ലാ പ്ലാന്റ്സിനും ഒന്നുമില്ല ലീവ്സ് ഇല്ലായിരിക്കും, ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറുതായിരിക്കും. ചിലതൊക്കെയാണെങ്കിൽ സ്റ്റെമ്മിൻ്റെ അടുത്ത് ചെറിയ എന്താ പറയുന്നത് കൊമ്പുകൾ അല്ലെ മുള്ളുകൾ പോലെയുള്ള ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളപ്പം ഇതിന് വെള്ളം നഷ്ടപ്പെടത്തില്ല, വളരെ കുറച്ച് വെള്ളം മാത്രമേ ട്രാൻസ്പിറേഷൻ വഴി നഷ്ടപ്പെടത്തുള്ളൂ. കാക്ടസിനൊക്കെ ആണെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അതിൻ്റെ സ്റ്റെമ്മിലാണ്, അല്ലാതെ ലീവ്സിലല്ല. And stem is also covered with a thick waxy layer which helps to retain water in the tissues of cacti. Most desert plants have roots that go very deep into the soil for absorbing water. ഇനി ഇതിൻ്റെ പറയുന്ന സ്റ്റെമ്മയിൽ ഒരു തിക്കായിട്ടുള്ള വാക്സ് എന്നാൽ മെഴുകുകൊണ്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഈ മെഴുകൊണ്ടുള്ള കോട്ടിംഗ് ഒക്കെ എന്താണ് ഇതിൻ്റെ ദേഹത്ത് അല്ലെങ്കിൽ ഈ സ്റ്റെമ്മിനകത്ത് വെള്ളം തങ്ങി നിൽക്കാൻ
സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വേരുകൾ വളരെ ആഴത്തിലേക്ക് പോകും. ഇഷ്ടംപോലെ ദൂരത്ത് പോയിട്ട് അത് വെള്ളമുള്ള സ്ഥലം വരെ പോകുന്ന ഇതൊക്കെയുണ്ട്, ഡെസേർട്ട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഡെസേർട്ടിൽ. ഇനി മൗണ്ടൻ റീജിയനിൽ, ഇതും ലാൻഡ് ആനിമൽസ് തന്നെയാണ്. മൗണ്ടൻ റീജിയൻ, കുന്നിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നത്. ദിസ് ഹാബിറ്റ്സ് ആർ നോർമലി വെരി കോൾഡ് ആൻഡ് വിൻഡി. നമുക്കറിയാം വളരെ തണുപ്പും കാറ്റും ഉള്ള സ്ഥലമാണ് മൗണ്ടൻ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ സ്നോഫോളും ചിലപ്പം കാണും, മഞ്ഞ് വീഴ്ചയും. ദർ ഈസ് എ ലാർജ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലിവിങ് ഇൻ ദിസ് മൗണ്ടൻ റീജിയൻ. ഈ മൗണ്ടൻ റീജിയനിൽ ധാരാളം പ്ലാന്റ്സും ആനിമൽസും ഉണ്ട്. ഇഫ് യു ലിവ് ഇൻ മൗണ്ടൻ റീജിയൻ ഓർ ഹാവ് വിസിറ്റഡ് വൺ, യു മേ ഹാവ് സീൻ എ ലാർജ് നമ്പർ ഓഫ് സച്ച് ട്രീസ്. നോക്കിയാൽ ഇവിടെ കുറച്ച് ട്രീസ് തന്നിട്ടുണ്ട് മൗണ്ടനിൽ. ഇതുപോലത്തെ ട്രീസാണ് കൂടുതൽ നമ്മൾ മൗണ്ടനിൽ കാണുന്നത്. എന്താണ് ഈ ട്രീയുടെ പ്രത്യേകത എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ദീസ് ട്രീസ് ആർ നോർമലി കോൺ ഷേപ്ഡ്. അതായത് ഇതിൻ്റെ കോൺ ഷേപ്പാണ്. ഷേപ്പ് ഒരു കോണിൻ്റെ കൂട്ടാണ്. എന്താ കോൺ, ഇങ്ങനത്തെ ഈ ഷേപ്പാണ്. ഈ കോൺ ഷേപ്ഡ് ആണ്. അതുപോലെ സ്ലോപ്പിംഗ് ബ്രാഞ്ചസ് ആണ്, ചരിഞ്ഞ ബ്രാഞ്ചുകൾ, ചില്ലകളാണ്. ദ ലീവ്സ് ഓഫ് സം ഓഫ് ദീസ് ട്രീസ് ആർ നീഡിൽ ലൈക്ക്. ദിസ് ഹെൽപ്പ് ദ റെയിൻ വാട്ടർ ആൻഡ് സ്നോ ടു സ്ലൈഡ് ഓഫ് ഈസിലി. There could be trees with shapes very different from these that are also present in the mountains. ഇനി ഈ കോൺ ഷേപ്ഡ് ആയതുകൊണ്ട് ഇതിനകത്തിൽ എന്താ പറയുന്നത്, വെള്ളം വീണാലും മഞ്ഞ് വീണാലും എല്ലാം പെട്ടെന്ന് അത് തെന്നി തറയിലേക്ക് പോയിക്കോളും. പക്ഷെ ഇതുപോലെ അല്ലാത്ത പ്ലാന്റ്സും മൗണ്ടനിലുണ്ട്. ദേ മേ ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അഡാപ്റ്റേഷൻസ് ടു സർവൈവ് ഇൻ ദ മൗണ്ടൻസ്. അതുകൊണ്ട് അത്തരം പ്ലാന്റ്സിന് വേറെ രീതിയിലുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ടാവും. ഇനി ആനിമൽസ് ലിവിങ് ഇൻ ദ മൗണ്ടൻസ് റീജിയൻസ് ആർ ഓൾസോ അഡാപ്റ്റഡ് ടു ദ കണ്ടീഷൻ ദെയർ. ദേ ആർ തിക്ക് സ്കിൻ ഓർ ഫർ. ഇനിയും ഈ മൗണ്ടനിൽ താമസിക്കുന്ന ആനിമൽസിൻ്റെ ശരീരത്ത് വളരെ കട്ടി കൂടിയ രോമങ്ങളുണ്ടായിരിക്കും, ഫർ ഉണ്ടായിരിക്കും. എന്തിനാ, തണുപ്പൊക്കെ ആയിരിക്കാൻ. ഫോർ എക്സാമ്പിൾ, യാക്ക് ഹാവ് ലോങ് ഹെയർ ടു കീപ് ദം വാം. യാക്കിനൊക്കെയാണ് വളരെ നീളമുള്ള ഹെയർസ് ആണുള്ളത്. സ്നോ ലെപ്പേർഡ് ഹാവ് തിക്ക് ഫർ. അതുപോലെ സ്നോ ലെപ്പേർഡ് മഞ്ഞിൽ കാണുന്നതാണ് സ്നോ ലെപ്പേർഡ്. സ്നോ ലെപ്പേർഡിനും എന്താണ്, നല്ല തിക്കായിട്ടുള്ള ഹെയർ ആണുള്ളത്, ഫറാണുള്ളത്. കാര്യം അതിൻ്റെ ശരീരം ചൂടായി സൂക്ഷിക്കാൻ. ഇൻക്ലൂഡിങ് ഫീറ്റ് ആൻഡ് ടോസ്. അതിൻ്റെയൊക്കെ ഫീറ്റിലും ടോസിലും വരെ ഹെയർസ് ഉണ്ടാവും. ദിസ് പ്രൊട്ടക്ട് ഇസ് ഫീറ്റ് ഫ്രം ദ കോൾഡ് വെൻ ഇറ്റ് വാക്സ് ഓൺ ദ സ്നോ. ദ മൗണ്ടൻ ഗോഡ് ഹാവ് സ്ട്രോങ് ഹൂസ് ഫോർ റണ്ണിങ് അപ്പ് റോക്കി സ്ലോപ്പ് ഇൻ ദ മൗണ്ടൻസ്. ഇനി അതുപോലെ എന്താ പറയുന്നത്, മൗണ്ടൻ ഗോട്ടിനൊക്കെ ആണെങ്കിൽ വലിയ കുളമ്പുകളാണ് ഉള്ളത്. കാലിൻ്റെ കുളമ്പുകൾ വലുതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആനിമൽസിന് വളരെ പെട്ടെന്ന് കല്ലിനകത്തൂടെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. As we go up in the mountains region, the surroundings change and see different kinds of adaptation, different height. ഈ മൗണ്ടൻ റീജിയൻ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പലതരത്തിലുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ടോ. അതായത് ഉയരം കൂടുന്നതിന് അനുസരിച്ച്, കണ്ടോ, സ്നോ ലെപ്പേർഡിൻ്റെയും യാക്കിൻ്റെയും ഒക്കെ പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്രാസ് ലാൻഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. എ ലയൺ ലിവ്സ് ഇൻ ദ ഫോറസ്റ്റ് ഓർ എ ഗ്രാസ് ലാൻഡ് ആൻഡ് ഇറ്റ് ഈസ് സ്ട്രോങ് ആനിമൽ. ഇറ്റ് ക്യാൻ ഹണ്ട് ആൻഡ് കിൽ ആനിമൽസ് ലൈക്ക് ഡിയർ. ഇറ്റ് ഈസ് ലൈറ്റ് ബ്രൗൺ ഇൻ കളർ. ഇനി നമുക്ക് എന്താ പറയുന്നത്, ലയൺ എങ്ങനെയാണ് അതിൻ്റെ ഗ്രാസ് ലാൻഡ്സിൽ താമസിക്കുന്നതെന്നാണ്. Lions have long claws in their front leg and they can be withdrawn inside the toes. Do the features of the lion help in any way? നോക്കി, ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ലയൻ്റെയും ഡിയറിൻ്റെയും. ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? ലയൻ്റെ ആഹാരമാണ് എപ്പോഴും ഡിയർ. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ എങ്ങനെയാണെന്ന്. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. Its light brown color helps to hide the dry grassland when it hunts for prey animals to eat. The eyes in the front of the face allow it to have to correct idea about the location of its prey. അതുപോലെ ഈ ലയണിനാണെങ്കിൽ അതിന് എന്താ പറയുന്നത്, കളറെന്ന് പറയുന്നത് ഏകദേശം ലൈറ്റ് ബ്രൗൺ ആണ്. അത് ഗ്രാസ് ലാൻഡിൽ ഉണക്ക പുല്ലുകൾക്കിടയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിയർ എന്തെങ്കിലും വന്നാൽ, പ്രേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭക്ഷണ സാധനം, ഡിയറോ എല്ലാം വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇനി പെട്ടെന്ന് ചാടി പിടിക്കാം. ഈ കളറും ഉണ്ട്, മാനിന് മനസ്സിലാകത്തില്ല അവിടെ ഒരു ലയൺ ഉണ്ടെന്ന്. എ ഡിയർ ഈസ് അനദർ ആനിമൽ ദാറ്റ് ലീവ്സ് ഇൻ ദ ഫോറസ്റ്റ് ഓർ ഗ്രാസ് ലാൻഡ്സ്. അതുപോലെ എന്താ പറയുന്നത്, ഗ്രാസ് ലാൻഡ്സിലും
ഫോറസ്റ്റിൽ താമസിക്കും. മറ്റൊന്നാണ് ഡിയർ. ഇറ്റ് സ്ട്രോങ് ടീത്ത് ഫോർ ച്യൂയിങ് ഹാർഡ് പ്ലാന്റ്സ് സ്റ്റെം ഓഫ് ദ ഫോറസ്റ്റ്. നല്ല കട്ടിയുള്ള സ്റ്റെമ്മൊക്കെ കടിച്ച് പറിച്ച് തിന്നാൻ പറ്റുന്ന പോലുള്ള പല്ലുകളാണുള്ളത്. എ ഡിയർ നീഡ്സ് ടു നോ അബൌട്ട് ദ പ്രസൻസ് ഓഫ് പ്രഡേറ്റേഴ്സ്. പ്രഡേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ലയണിനെ പോലുള്ള അതിനെ കൊന്നു തിന്നാൻ വരുന്ന ആനിമൽസിനെ പറയുന്ന പേരാണ് പ്രഡേറ്റേഴ്സ്. അപ്പോൾ ഇതുപോലെയുള്ള ആനിമൽസിനെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. In order to run away from them and not become their prey. It has long years to hear movements of predators. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വലിയ ചെവിയാണ് ഉള്ളത്. അപ്പോൾ ഈ മാൻ്റെ ചെവി കണ്ടിട്ടില്ലേ, വലിയ ചെവിയാണ്. ഈ വലിയ ചെവി കൊണ്ട് പ്രയോജനം എന്താണ്? ചെറിയ ശബ്ദങ്ങൾ പോലും അതിന് കേൾക്കാൻ പറ്റും. അങ്ങനെ ചെറിയ ശബ്ദങ്ങൾ കേൾക്കാൻ ലയൺ എവിടെയെങ്കിലും അനങ്ങാതിരുന്നാൽ പോലും അതിൻ്റെ ചെറിയ കാലിൻ്റെ അനക്കം കൊണ്ട് ഡിയറിന് മനസ്സിലാവും ലയൺ ഇവിടെ ഉണ്ട്. The eyes on the side of its head allow it to look in all directions for danger. ഇനി അതുപോലെ നമ്മുടെ ലയണിനാണ് ഫ്രണ്ടിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഫ്രണ്ടിലായിട്ട് കണ്ടിരിക്കുമ്പോൾ അത് എന്താണ്, പെട്ടെന്ന് തന്നെ മുന്നിലുള്ള പ്രേയെ അല്ലെങ്കിൽ അതിൻ്റെ ഇരയെ കാണാൻ പറ്റും. ഇതിനാണ് രണ്ട് സൈഡിലായിട്ടാണ്. അപ്പോൾ ചുറ്റുമുള്ള എവിടെയൊക്കെയാണോ ആനിമൽസ് നിൽക്കുന്നതെന്ന് അതിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. There are many other features of the lion, a deer and other animals and plants that help them to survive in their habitat. ഇങ്ങനെ പല രീതിയിലുള്ള പല രീതിയിലാണ് അതിൻ്റെ സാഹചര്യവുമായി ഒത്തുപോകുന്നത്. ഇനി സം അക്വാട്ടിക് ഹാബിറ്റേറ്റ്സ്, അതായത് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫിഷിന് സ്ട്രീം ലൈൻ ബോഡിയാണെന്നല്ലേ. സ്ട്രീം ലൈൻ ബോഡിയാണ്. സ്ട്രീം ലൈൻ ബോഡി എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ കൂർത്തിട്ട് പിന്നെന്താ ചെയ്യുന്നത്, ഈ കൂർത്ത ഭാഗം കഴിഞ്ഞിട്ട് എന്താ അതിന് ഇച്ചിരി വീതിയുള്ള ഭാഗം കാണും. ഇതാണ് സ്ട്രീം ലൈൻ ഷേപ്പ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഷാർപ്പായിരിക്കും, പിന്നെ അത് ഇച്ചിരി വീതി വന്നിട്ട് ഈ സ്ട്രീം ലൈൻ ഷേപ്പാണ് ഫിഷസിനുള്ളത്. There are some other sea animals like squids and octopus. നീരാളിയെ പോലെയുള്ള കണവ, നീരാളി, ഇതിനൊന്നും ഒരിക്കലും സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഷേപ്പല്ല. അപ്പോൾ അവരെങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? They stay deeper in the ocean near the seabed and catch any prey that moves towards them. However, when they move to the water, they make their body shaped streamline. These animals have gills to help them to oxygen dissolve in the water. ഇങ്ങനെ കണവയെ പോലോ ഓക്ടോപസ്, നീരാളിയെ പോലെയോ ഒക്കെയുള്ള ജീവികൾ കടലിനടിത്തട്ടിലാണ് ജീവിക്കുന്നത്. എന്തിനാണെന്നറിയുമ്പോൾ ആ കടലിനടിത്തട്ടിലൂടെ വരുന്ന ചെറിയ ചെറിയ ജീവികളൊക്കെയാണ് ഇത് പിടിച്ച് തിന്നുന്നത്. ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പും എന്തിലാണ്? സ്ട്രീം ലൈൻഡ് ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിന് ഗിൽസ് ഉണ്ട്. ഗിൽസ് എന്ന് പറഞ്ഞാൽ ചെകിളപ്പൂവ്. നിങ്ങൾ മീനൊക്കെ വെട്ടുമ്പോൾ നോക്കിയാൽ മതി, നമ്മുടെ മീനിൻ്റെ വായയുടെ ഭാഗത്ത് ചെറിയൊരു വെട്ട് പോലുണ്ട്, വായയുടെ സൈഡിലായിട്ട്, അതായത് അതിൻ്റെ ഹെഡിൻ്റെ സൈഡിലായിട്ട് അതിനകത്ത് ചെറിയ പൂവുകൾ, അതായത് ഇങ്ങനെയുള്ള ഭാഗമുണ്ട്. ഇതിനാണ് നമ്മൾ ഗിൽസ് എന്ന് പറയുന്നത്. ഈ ഗിൽസിലൂടെയാണ് അതെന്ത് ചെയ്യുന്നത്, വാട്ടറിലുള്ള ഓക്സിജൻ എടുത്ത് ജീവിക്കുന്നത്. They breathe in air through nostrils or blowholes that are located in the upper part of their head. ബ്ലോ ഹോൾസ് എന്നാണ് അതിൻ്റെ നോസ്ട്രിൽസിന്, മൂക്കിന് പറയുന്നത്. ആ ബ്ലോ ഹോൾസിലൂടെയാണ് അത് എയർ എടുക്കുന്നത്. This allows them to breathe in air which has swim near the surface of water. ഇത് ഏതിൻ്റെയാണ് പറയുന്നതെന്ന് അറിയാമോ? അതായത് ഡോൾഫിൻ പോലെയുള്ള ആനിമൽസ്, അതായത് ഡോൾഫിനും വെയിൽസും ഒക്കെയാണ് ഇങ്ങനെ ബ്ലോ ഹോൾസ് വഴി എന്ത് ചെയ്യുന്നത്, ബ്രീത്ത് ചെയ്യുന്നത്. അല്ലാത്ത സാധാരണ ഫിഷസൊക്കെ ഗിൽസ് വഴിയാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് ഓർത്താണ്. ഡോൾഫിൻ ഒക്കെ എങ്ങനെയാണ്, ബ്ലോ ഹോൾസ് വഴിയാണ് ബ്രീത്ത് ചെയ്യുന്നത്. They can stay inside the water for long time without breathing. They came out of the surface from time to time and breathe in the air. അതായത് ഡോൾഫിനൊക്കെ പെട്ടെന്ന് എയറിലേക്ക് വരാനുള്ള കാര്യം അതാണ്. വെള്ളത്തിനകത്തുനിന്ന് അത് എയറിലേക്ക് വരും അല്ലേ. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ എയറാണ് ബ്രീത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഫിഷസിൻ്റെ കൂടെ വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുള്ള, വെള്ളത്തിൽ അലിഞ്ഞ എയർ, ഓക്സിജൻ അല്ല. അത് നമ്മുടെ കൂട്ട് തന്നെ എന്താണ്, അറ്റ്മോസ്ഫിയർ എയറാണ് എടുക്കുന്നത്. അത്
ബ്ലോ ഹോൾസ് വഴിയാണ് എടുക്കുന്നതും. കുറേ സമയം അതിന് ബ്രീത്ത് ചെയ്യാതെ ജീവിക്കാൻ പറ്റും വെള്ളത്തിനകത്ത് ഡോൾഫിനൊക്കെ. ഇനി പോൺസിലും ലേക്കിലും ഉള്ളത്, പോൺസിലും ലേക്കിലുള്ള മിക്കവാറും എല്ലാ പ്ലാന്റ്സിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും താഴെയായിരിക്കും അതിൻ്റെ വേര് ആ മണ്ണിനകത്ത് ഉണ്ടായിരിക്കും. കണ്ടോ, ഇവിടെ നമുക്ക് പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. Terrestrial plants root normally play a very important role in the absorption of nutrients and water from the soil. However, the aquatic plants roots are much reduced in size and their main function is to hold the plant in place. അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റൂട്ട് നമുക്കറിയാം. ഈ വെള്ളത്തിനടിയിൽ വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സിനെ സംബന്ധിച്ച് അത് ഒഴുകിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ വേരുകൾ എന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മുറുക്കി മണ്ണിലേക്ക് ബലത്തിൽ പിടിച്ച് പ്ലാന്റിനെ നിർത്തിയിരിക്കും. ദ സ്റ്റെം ഓഫ് ദീസ് പ്ലാന്റ്സ് ആർ ലോങ്, ഹോളോ ആൻഡ് ലൈറ്റ്. അതുപോലെ ഇതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് നല്ല ഹൈറ്റിലായിരിക്കും, അതുപോലെ ഹോളോ ആയിരിക്കും, അകം പൊള്ളയായിരിക്കും, അധികം വെയിറ്റ് കാണരുത്. ആൻഡ് ദ സ്റ്റെം ഗ്രോ അപ് ടു ദ സർഫസ് ഓഫ് ദ വാട്ടർ while the leaves and flowers float on the surface of water. താമരയും ആമ്പലും ഒക്കെ വളർന്നു നിൽക്കുന്നുണ്ടല്ലേ, അതിൻ്റെ ഇലയും പൂവും ഒക്കെ എവിടെയാണ്? സർഫസിലാണ്, വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. വേര് ഏറ്റവും താഴെയായിരിക്കും, ഒപ്പം തന്നെ വളരെ ലോങ് ആയിട്ടുള്ള സ്റ്റെമ്മുമായിരിക്കും. Some aquatic plants are submerged in water. All part of such plants are underwater. Some of these plants have narrow and thin ribbon-like leaves. These can bend into the flowing water. In some submerged plants, the leaves are often highly divided, through which the water can easily flow without damaging them. ഇനി അതുപോലെ ചില പ്ലാന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആ വെള്ളത്തിനടിയിൽ തന്നെ നിൽക്കുന്ന പോലെയുള്ളതാണ്, സബ്മേർജ് ചെയ്തിരിക്കുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ ഇലകളൊക്കെ ഡിവൈഡ് ചെയ്ത പോലെ ആയിരിക്കും, കാര്യം അതിൻ്റെ വെള്ളം ഒഴുകുന്നതിനെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി. ഫ്രോഗ്സ് യൂഷ്വലി ലിവ് ഇൻ പോണ്ട്സ്. Frogs can stay both inside the water as well as move on land. They have strong back legs that help them to leaping and catching the prey. ഇനി ഫ്രോഗ്, അതിന് നമുക്കറിയാം ഇതൊരു ആംഫീബിയൻ ആണ്. ഫ്രോഗ് എന്ന് പറയുന്നത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. അത്ര ഉള്ള ജീവികൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ആംഫീബിയൻസ്. ഈ ഫ്രോഗിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാക്ക് ലെഗ് ആണുള്ളത്. എന്നിട്ട് അതെന്താ ചെയ്യുന്നത്, അത് ഇരയെ പിടിക്കുന്നുണ്ടല്ലേ, മുന്നോട്ടാഞ്ഞിട്ട് പെട്ടെന്ന് അതിൻ്റെ ആഹാരം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, പ്രാണികളെയൊക്കെ പിടിച്ച് തിന്നുകയാണ് ചെയ്യുന്നത്. We have discussed only a few common animals and plants compared to the wide variety of that live different habitat. You may also notice there very wide variety of plants around you. നമ്മൾ വളരെ കുറച്ച് എന്താ പറയുന്നത് പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഇനിയും ഇതിലും കുറേ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്, നമ്മൾ പഠിച്ചിട്ടില്ല. അതൊക്കെ ഇനി നമുക്ക് പിന്നെ പഠിക്കാം എന്നാണ് പറയുന്നത്. നോക്കാം. ഇനി നമുക്ക് കുറച്ച് ഒബ്ജക്ട്സ്, നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഒബ്ജക്ട്സിനെ കുറിച്ച് നമ്മളൊരു ടേബിൾ തയ്യാറാക്കിയായിരുന്നല്ലോ. അതിനെക്കുറിച്ച് ഒരു ആക്ടിവിറ്റിയാണ്. സപ്പോസ് വി സ്റ്റോപ്പ് എ വൈൽ ആൻഡ് തിങ്ക് which examples in our list are living. Let us think examples like a forest, trees, creepers, small and big animals, birds, snakes, insects, rocks, soil, water, air, dry leaves, dead animals, mushrooms and moss may be only some of the objects present in the forest. ഇനി ഈ തന്നിരിക്കുന്നതിൽ നമ്മൾ ലിവിങ് ഏതാണ്, നോൺ ലിവിങ് ഏതാണെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒരു പോം തന്നിട്ടുണ്ട്. Set the table to the chair. ടേബിൾ ചെയറിനോട് സംസാരിച്ചു. You can hardly to be aware how I suffer from the heat and chilblains on my feet. If we took a little walk, we might have a little talk. Pray, let us take the air. Set the table to the chair. Set the chair to the table. Now you know we are not able. How foolishly you took. When you know we cannot walk, set the table with a sigh. It can do no harm to try. I have many legs as you. Why can't we walk too?
ഒരു ടേബിളും ചേർന്ന് തമ്മിൽ സംസാരിക്കുന്നതാണ്. അതായത് അവർ പരസ്പരം സംസാരിക്കാമെന്നും നടക്കാമെന്നും ഒക്കെ പറയുന്നത്. പക്ഷെ നമുക്കറിയാം ടേബിളും ചെയറും ഒക്കെ നോൺ ലിവിങ് ആണ്, അല്ലേ? ലിവിങ് അല്ല, ജീവനില്ലാത്തവയാണ്. അതുകൊണ്ട് ഇതിനൊന്നും നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് പഹേലിയും ബോജോയുമാണ് ഈ പോം കണ്ടത് കേട്ടോ. അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ചില എന്താ പറയുന്നത്, നോൺ ലിവിങ് ആയിട്ടുള്ള സംസാരിക്കുമോ, അല്ലേ? നോൺ ലിവിങ് ആയുള്ള ഒരിക്കലും സംസാരിക്കത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് അവർക്ക് വളരെ ഫണ്ണി ആയിട്ട് തോന്നി. How do we know that something is living? Often it is so easy to decide. We told the plants are living, but they do not move like a dog or a pigeon. On the other hand, a car or bus can move, still we consider them in non-living. Plants and animals appear to grow in size with time, but then time clouds in the sky also seems to grow in size. Does it mean the clouds are living? No. So how does one distinguish between living and non-living? Do living have some common characteristics that make them very different from non-living? ഇനി നോൺ ലിവിങ് തിങ്സും ലിവിങ് തിങ്സും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണേ. അതായത് പ്ലാന്റ്സ് മൂവ് ചെയ്യുന്നില്ല, പക്ഷെ ആനിമൽസ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് പ്ലാന്റ്സ് വളരുന്നില്ലെന്നാണ് അർത്ഥം. പ്ലാന്റ്സ് വളരുന്നുണ്ട്. വാഹനങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് അത് വളരുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് ജീവനുണ്ടോ? ഇല്ല. മൂവ് ചെയ്യുന്ന എല്ലാത്തിനും ജീവനുണ്ടെന്നപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. വാഹനങ്ങൾക്ക് ജീവനില്ലല്ലോ. പിന്നെ വളരുന്നതിനെല്ലാം ജീവനുണ്ടോ? ക്ലൗഡ്സ് വളരുന്നുണ്ട്, വലുതാവുന്നുണ്ട്, പക്ഷെ അതിന് ജീവനുണ്ടോ? ഇല്ല. നമ്മൾ വളരുമ്പോൾ നമുക്ക് ജീവനുണ്ടെന്ന് പറയാം, അല്ലേ? അപ്പം ഒരു കോമൺ ഒരു ജീവനുള്ള വസ്തുവും ജീവനില്ലാത്ത വസ്തുവും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? You are a wonderful example of living beings. What characteristics do we have make different from non-living? List a few of these characters in your notebook. Look at your list and mark those characteristics that you have listed. Some of these characteristics are perhaps common in all living things. എല്ലാ ലിവിങ് തിങ്സിനും എന്തെങ്കിലുമൊക്കെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും, അല്ലേ? അപ്പം നമുക്കറിയാം ലിവിങ് തിങ്സിന് ഫീലിങ്സ് ഉണ്ട്, അല്ലേ? ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളെ ഒരാൾ തൊട്ടാൽ നമുക്ക് മനസ്സിലാവും, അല്ലേ? അതുപോലെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഇത് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. കാറിനും ബസ്സിനൊന്നും കുഞ്ഞുങ്ങളുണ്ടാകാറില്ലല്ലോ, കല്ലിനും പാറയ്ക്കൊന്നും കുഞ്ഞുങ്ങളുണ്ടാകാറില്ലല്ലോ. പക്ഷേ ഹ്യൂമൻ ബീങ്സിന് കുഞ്ഞുങ്ങളുണ്ടാകും, പ്ലാന്റ്സിന് ചെറിയ പ്ലാന്റ്സ് ഉണ്ടാകും, അല്ലേ? അങ്ങനെ അപ്പോൾ പല ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട് കോമൺ ആയിട്ട്. പിന്നെ ഒരു സ്ഥലം നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സ് എന്ന കൺഫ്യൂഷൻ വരില്ല. അതായത് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ലിവിങ് തിങ്സിന്, അല്ലേ? എയർ ബ്രീത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാറിനോ ബസ്സിനോ ഒന്നും ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ നമുക്ക് ഫുഡ് കഴിക്കണം, പക്ഷേ എന്താ പറയുന്നത്, മെഷീൻസിന് ഫ്യൂവൽ വേണം മൂവ് ചെയ്യണമെങ്കിൽ, അല്ലേ? പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഫ്യൂവൽ ഒഴിക്കുന്ന കാറും ബസ്സും ഒക്കെ ലിവിങ് തിങ്സ് ആണോ? അല്ല. അപ്പോൾ ചില ക്യാരക്ടറിസ്റ്റിക്സൊക്കെ കോമൺ ആണ് ലിവിങ് തിങ്സിനും നോൺ ലിവിങ് തിങ്സിനും. അപ്പോൾ നമ്മൾ ലിവിങ് തിങ്സിന് എന്താ പറയുന്നത്, എല്ലാ ലിവിങ് തിങ്സിനും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവും. നമ്മൾ അതുമായിട്ട് അടുത്ത ദിവസം ക്ലാസ് വരുന്നതാണ്. ഒരു ലെങ്തി ലെസൺ ആയതുകൊണ്ട് 3 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. താങ്ക് യു.